ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതി. ഓൾറെഡി നമ്മൾ ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട 2 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ അതിൻ്റെ പാർട്ട് 3 ആണ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളും അല്ലാതെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പല സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ഒരു ചോദ്യങ്ങളൊക്കെ. പത്രത്തിൽ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, 10 ചോദ്യങ്ങൾ 10 മാർക്കിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മോക്ക് ടെസ്റ്റിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് തെറ്റി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു അറിവ് കിട്ടിയെങ്കിൽ അതിനെക്കുറിച്ചും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇത്തരത്തിലുള്ള സജഷൻസും കമൻറ്റുകളൊക്കെയാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ടും നിങ്ങളിലേക്ക് കൂടുതൽ കണ്ടൻറ്റുകൾ എത്തിച്ചു തരാനായിട്ടും ഒരു പ്രോത്സാഹനമാകുന്നത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ, ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ തിങ്കളാഴ്ചയാണ് പുതിയ ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നത്. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷനോ മറ്റ് ഡീറ്റെയിൽസോ അറിയാനായിട്ട് സാധിക്കും. നമുക്ക് ഒട്ടും സമയം വൈകാതെ നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ചേരുംപടി ചേർക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനകത്ത് നോക്കിയിരിക്കുന്നത് 1, 2, 3, 4 എന്ന് പറയുന്ന 4 നദികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവയുടെ ഉത്ഭവസ്ഥാനങ്ങളായിട്ടുള്ള ABCD എന്ന് പറയുന്ന മഹാബലേശ്വർ കുന്നുകൾ, ബ്രഹ്മഗിരി നിരകൾ, മൈക്കല നിരകൾ, ത്രയംബക കുന്നുകൾ എന്ന് പറയുന്ന 4 ഉത്ഭവ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നദികളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്ന് പറയുന്ന 4 നദികളും 4 ABC എന്ന് പറയുന്ന അവയുടെ ഉത്ഭവ സ്ഥാനങ്ങളും തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ഏത് സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്നു എന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ നോക്കിക്കോളൂ, സമയം കുറച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യുക, ഒന്ന് സോൾവ് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 4 എണ്ണം തന്നിട്ടുണ്ട്. ഒന്ന് ഭൂപ്രകൃതി, മറ്റൊന്ന് സമുദ്ര സാമീപ്യം, അക്ഷാംശ സ്ഥാനം, സമുദ്രത്തിൽ നിന്നുള്ള ഉയരം. അപ്പം ഇവയിൽ ഏതൊക്കെയാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളത് നോക്കുക. ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ പറയുന്നുണ്ട് 1, 2, 3, 4മായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണെന്നുള്ളത് 4 ഓപ്ഷനകത്തുണ്ട്. അതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് യോജിക്കുന്നതെന്ന് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, 2 എണ്ണമായി. അടുത്ത 3ാമത്തേലേക്ക് പോവാണ്. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഋതുവിൻ്റെ പ്രത്യേകതയാണ്? ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് പശ്ചിമ അസ്വസ്ഥത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ പ്രതിഭാസം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഋതുവിൻ്റെ പ്രത്യേകതയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശൈത്യകാലത്തിൻ്റെ ആണോ, ഉഷ്ണകാലമാണോ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിൻ്റെ ആണോ, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമാണോ, ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. അടുത്തേക്ക് പോകാം. നോക്കുക, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഉപദ്വീപീയ നദികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. 1, 2, 3 പ്രസ്താവനകൾ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന പ്രസ്താവന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉൾനാടൻ ജലഗതാഗത സാധ്യത താരതമ്യേന കുറവാണ് എന്ന് പറയുന്നുണ്ട്. ഏത്? ഈ പറയുന്ന ഉപദ്വീപീയ നദികളെ കുറിച്ച്. അതുപോലെ തന്നെ പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും വളഞ്ഞു പുളഞ്ഞൊഴുകുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെയോ അപരതന തീവ്രത താരതമ്യേന കുറവാണ്. ഇപ്പം ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. 4 ഓപ്ഷൻ നോക്കുക. 1, 3 എന്നിവ, 3 മാത്രം, 2 മാത്രം, 1, 2 എന്നിവ തെറ്റ് എന്നുള്ള രീതിയിലാണ്. ഇത് തെറ്റാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ നിന്നും ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് എഴുതുക. ഉത്തരം കറക്റ്റായിട്ടുള്ള ഉത്തരം എഴുതുക. അടുത്ത 5ാമത്തേലേക്ക് പോകുമ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്ന നദി ഏത്? ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്ന നദി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബ്രഹ്മപുത്രയുണ്ട്, സിന്ധു ഉണ്ട്, കോസി ഉണ്ട്, ചമ്പലുണ്ട്. ബ്രഹ്മപുത്ര, സിന്ധു, കോസി, ചമ്പൽ ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇവിടെയും തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ കായലുകളും മഴീമുഖങ്ങളും കാണപ്പെടുന്നു. പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ കായലുകളും മഴീമുഖങ്ങളും കാണപ്പെടുന്നു. പിന്നെയോ കിഴക്കൻ തീരസമതലങ്ങളിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. പിന്നെയോ കിഴക്കൻ തീരസമതലത്തിന് താരതമ്യേന വീതി കുറവാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാത്രം, 2, 3 എന്നിവ, 1, 2 എന്നിവ, 2 മാത്രം. ഇതിൽ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതിയിട്ടൊക്കെ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയില്ലേ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഭൂപ്രകൃതി ആയിക്കോട്ടെ, നമ്മൾ ജോഗ്രഫിയൊക്കെ പഠിക്കുമ്പോൾ ജസ്റ്റ് അതായത് മാപ്പുകളൊക്കെ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ
കുറച്ചുകൂടി നിങ്ങളുടെ മൈൻഡിലേക്ക് കയറും. നമ്മൾ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങൾ എവിടെയാണ് അതിൻ്റെ പൊസിഷൻ, ഓരോ നദികളിൽ ഒഴുകുന്ന പൊസിഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ നിൽക്കാൻ നിങ്ങൾ മാപ്പ് ഉപയോഗിച്ച് തന്നെ പഠിക്കുക. അതൊക്കെ നമുക്ക് വരുമ്പോൾ പറയാം. ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതൂ. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഏതെല്ലാം? പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഏതെല്ലാം എന്നുള്ളതാണ്. സിന്ധുവും പോഷക നദികളും, അതുപോലെ തന്നെ ലൂണി സരസ്വതി നദികൾ, ഗംഗയും പോഷക നദികളും, ബ്രഹ്മപുത്രയും പോഷക നദികളും. ഏതാണ്? ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയും, എളുപ്പം കിട്ടും. ജസ്റ്റ് ഒരു തവണ വായിച്ചവർക്കാണെങ്കിൽ പോലും ഇതിനുത്തരം അറിയും. ഓക്കെ. 8. സൂററ്റ് മുതൽ കന്യാകുമാരി വരെ നീളുന്ന പർവ്വതനിര ഏത്? സൂററ്റ് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന പർവ്വതനിര ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പൂർവാചൽ, ഹിമാലയം, പശ്ചിമഘട്ടം, സിവാലിക്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ മൈൻഡിലേക്ക് ജസ്റ്റ് മാപ്പൊന്നും കൊണ്ടുവരണമെന്നേ ഇല്ല, എങ്കിലും ഒന്നങ്ങനെ നോക്കി പഠിച്ചവർക്ക് എളുപ്പത്തിൽ കിട്ടും. അടുത്ത 9. ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ ഡെറാഡൂൺ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓക്കെ, ഡെറാഡൂൺ എവിടെ സ്ഥിതി ചെയ്യുന്നു? പശ്ചിമ ബംഗാൾ, ശ്രീനഗർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നോക്കുക. ഓക്കെ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ഗോദാവരി നദിയുടെ ആദ്യഘട്ടം ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? നദികളുടെ രൂപീകരണവും നദികൾ ഒഴുകുന്ന ഘട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, വിവരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കൂൾ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചാൽ മതി. ഗോദാവരി നദിയുടെ ആദ്യഘട്ടം ഒഴുകുന്നത് ഉത്ഭവിച്ചിട്ട് വരുന്നത് അത്രയേ ഉള്ളൂ. ഏത് സംസ്ഥാനത്തിലൂടെയാണ് എന്നുള്ളതാണ് ഉത്ഭവിച്ച ആദ്യഘട്ടം ഒഴുകുന്നത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക. എവിടെയാണ്? ഓക്കെ. അപ്പോൾ 10 ചോദ്യങ്ങളായി. ഈ 10 എണ്ണത്തിൽ നിങ്ങൾ എത്ര എഴുതിയിട്ടുണ്ടെന്നുള്ളത് നോക്കാം. എത്ര എണ്ണം വിട്ടു, എത്ര എണ്ണത്തിന് തെറ്റി എന്നുള്ളതൊക്കെ ഇത് കഴിയുന്ന സമയത്ത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. നമ്മൾ നേരെ സോൾവ് ചെയ്യാൻ പോവുകയാണ്, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ ചേരും പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഉപദ്വീപീയ നദികളാണ് ഈ തന്നിട്ടുള്ളത്. അവയുടെ ഉത്ഭവസ്ഥാനമാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്യണം. വളരെ സിമ്പിളാണ്. നോക്കുക. മഹാനദി അല്ലേ? മഹാനദി എവിടെയാണ്? മഹാനദി മൈക്കല നിരകളാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തേത് സി ആണ്. നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ 1 സി ആണ് അല്ലേ? 1 സി വരുന്ന എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഉണ്ട്, 2 എണ്ണം വരുന്നുണ്ട് അല്ലേ? നോക്കുക. അടുത്തയിലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഗോദാവരി അല്ലേ? ഗോദാവരി എന്താണ്? ത്രയംബക കുന്നുകളിൽ നിന്നാണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ 2 ഡി ആണ്. 2 ഡി വരുന്നതും എയും ബിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ നോക്കുക. കൃഷ്ണ അല്ലേ? നമുക്കറിയാം, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കോഡ് മനസ്സിൽ വയ്ക്കുക. കൃഷ്ണൻ മഹാബലവാനാണെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണ നദി മഹാബലേശ്വർ കുന്നുകൾ, കൃഷ്ണ നദി മഹാബലേശ്വർ കുന്നുകൾ എന്ന് കിട്ടി. അടുത്ത നോക്കുക. കാവേരിയിലെയും കാവേരി പിന്നെ സ്വാഭാവികമായിട്ടും ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് കിട്ടും. നമുക്ക് നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന കൃഷ്ണ കിട്ടിക്കഴിഞ്ഞാൽ കൃഷ്ണ മഹാബലേശ്വറിലെ കുന്നുകൾ, മഹാബലവാൻ അങ്ങനെയൊക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇതേതാണ് വരുന്നത്? 1 സി, അതുപോലെ തന്നെ 2 ഡി, മൂന്നാമത്തേത് മഹാബലേശ്വർ കുന്നുകൾ, നാലാമത്തേത് കാവേരി എന്ന് പറയുന്നത് ഏതാണ്? ബ്രഹ്മദേവ നിരകളല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സിമ്പിൾ അല്ലേ? അടുത്ത് നോക്കൂ. രണ്ടാമത്തെ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം അല്ലേ? ഭൂപ്രകൃതി ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതല്ലേ? ശരിയാണ്. അപ്പോൾ അത് ശരിയാണല്ലോ. അടുത്ത സമുദ്ര സാമീപ്യം അല്ലേ? അതും ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് സമുദ്രം അല്ലേ? സമുദ്രത്തിൻ്റെ സാമീപ്യം വേണം. അതുപോലെ അക്ഷാംശ സ്ഥാനത്തിനനുസരിച്ചിട്ട് അക്ഷാംശ സ്ഥാനം ശരി തന്നെയാണ്. പിന്നെ സമുദ്രത്തിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ചിട്ടും എന്ത് വ്യത്യാസം വരുന്നുണ്ട്? കാലാവസ്ഥ വ്യത്യാസം വരുന്നുണ്ട്. നമുക്കറിയാലോ. അപ്പം 4ഉം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. ഇവിടെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് നമുക്ക് 1, 2, 3, 4 ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമുക്കിവിടെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത 3 പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം അല്ലേ? പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്ന പ്രതിഭാസം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഋതുവിൻ്റെ പ്രത്യേകതയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണെന്ന് നമുക്കറിയാം. അത് ശൈത്യകാലമാണ്. ശൈത്യകാലമാണെന്നുള്ള കാര്യം അറിയാം. മൂന്നാമത്തെ ഓപ്ഷൻ എ ആണ്. 4 ഉപദ്വീപീയ നദികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉൾനാടൻ ജലഗതാഗത സാധ്യത താരതമ്യേന കുറവാണ്. ആ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവന. നമ്മളോട് പറഞ്ഞിട്ടുള്ള തെറ്റായ പ്രസ്താവന കാണാനാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഉൾനാടൻ ജലഗതാഗത സാധ്യത താരതമ്യേന കുറവാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ശരിയാണെന്ന് പറയാം അല്ലേ? അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. നോക്കുക. പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. ശരിയാണോ? ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇല്ല? ഹിമാലയൻ നദികളെക്കുറിച്ച് നമ്മളത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അതുപോലെ നോക്കൂ, വളഞ്ഞു പുളഞ്ഞൊഴുകുന്നു അല്ലേ? ഉണ്ടോ? അങ്ങനെയല്ല. നമ്മൾ ഉപദ്വീപീയ നദികൾ അങ്ങനെ വരുന്നില്ല അല്ലേ? അപ്പോൾ ആ ഒരു പ്രസ്താവന നമുക്ക് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അടുത്ത് നോക്കൂ. അപരതന തീവ്രത താരതമ്യേന കുറവാണ്. ശരിയാണ്. അപരതന പ്രക്രിയ അല്ലേ? അപരതനയുടെ തീവ്രത എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. അപ്പോൾ അതും ശരിയായിട്ടുള്ളതാണ്. നമ്മളോട് തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും ശരിയാണ്. തെറ്റായിട്ടുള്ളത് 2 ആണ്. അപ്പോൾ 2 മാത്രമെന്ന് പറയുന്ന ഓപ്ഷൻ സി നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി അടുത്ത് നോക്കുക. 5 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. നമുക്കറിയാം അല്ലേ? ബ്രഹ്മപുത്ര
ബ്രഹ്മപുത്ര അല്ല എന്നറിയാം, സിന്ധുവിലേക്ക് പോകുകയാണെങ്കിൽ അല്ല എന്നറിയാം, കോസി ആണെങ്കിലും അല്ല എന്നറിയാം. അപ്പോൾ പിന്നെ ഒന്നേ ഉള്ളൂ ചമ്പൽ, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നദികൾ പഠിച്ചവർക്ക് പെട്ടെന്ന് അറിയും, അല്ലെങ്കിൽ നദികൾ എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്ന നദിയാണ് ചമ്പൽ. ഓക്കെ, അടുത്ത 6 താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഇവിടെയും നമ്മളോട് തെറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പടിഞ്ഞാറൻ തീരസമുദ്രങ്ങളിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു അല്ലേ. പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് പറയുമ്പോൾ നോക്കൂ, കിഴക്ക് ഇത് പടിഞ്ഞാറ് അല്ലേ. പടിഞ്ഞാറൻ തീരസമുദ്രങ്ങളിൽ എന്താണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. ഇനി നോക്കൂ, കിഴക്കൻ തീരസമുദ്രങ്ങളിൽ ഡെൽറ്റ രൂപീകരണം അല്ലേ, അത് ശരിയല്ലേ. കിഴക്കൻ തീരങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കിഴക്കൻ തീരങ്ങളിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് ശരിയാണ്. ഇനി കിഴക്കൻ തീരസമുദ്രത്തിന് താരതമ്യേന വീതി കുറവാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വീതി കുറവാണോ? അല്ല. അപ്പോൾ അത് നമുക്ക് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. നോക്കുക, നമ്മളോട് ഇനി എന്താ, ഇതിൽ 2 ശരിയുണ്ട്, ഒരു തെറ്റുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. തെറ്റായത് 3 ആണ്. അപ്പോൾ നമുക്കിവിടെ 3 മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ എ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. അടുത്തത് 7 പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഏതല്ലേ. പഞ്ചാബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ 5 നദികളുടെ നാടാണല്ലേ. സിന്ധു അതിൻ്റെ പോഷക നദികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും സിന്ധുവും പോഷക നദികളും ഓപ്ഷൻ എ. അതൊക്കെ പെട്ടെന്ന് കിട്ടുന്നതല്ലേ. ലൂണി, സരസ്വതി എല്ലാം നമുക്കറിയാം, ഗംഗയും പോഷക നദികളും എല്ലാം നമുക്കറിയാം, ബ്രഹ്മപുത്ര ആസാമിൽ കിടക്കുന്നല്ലേ. അപ്പോൾ നമുക്ക് പഞ്ചാബിലേക്ക് വരുന്ന സമയത്ത് സിന്ധു ആണെന്നുള്ളത് നമുക്ക് ഓപ്ഷൻ എ. അതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, സൂററ്റ് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന അല്ലേ. സൂററ്റ് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് മുതൽ ഇങ്ങനെ നീണ്ടും. ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇത് മുതലാണെങ്കിൽ ഇങ്ങനെ കന്യാകുമാരി വരെ ഏതാണ്, ഇവിടെ പശ്ചിമഘട്ടമാണ്, ഇവിടെ പൂർവ്വഘട്ടമാണ് വരുന്നത് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് പൂർവ്വഘട്ടമാണ്. നമുക്കറിയാം നമ്മുടെ കേരളമൊക്കെ വരുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗത്തിലല്ലേ അല്ലേ. അപ്പോൾ എന്താണ്, ഇവിടെ സൂററ്റ് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന പർവ്വതനിര ഏതാണ്, അത് പശ്ചിമഘട്ടം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത 9ാമത്തെ ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ ഡെറാഡൂൺ എവിടെ സ്ഥിതി ചെയ്യുന്നു. ഡെറാഡൂൺ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അതൊക്കെ സിമ്പിൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലാണ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗോദാവരി നദിയുടെ ആദ്യഘട്ടം ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? AP അല്ലേ, ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയുത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങളായിരുന്നു. 10 ചോദ്യത്തിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു, ചേരുമ്പടി ചേർക്കാനും ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, 10 ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ തിങ്കളാഴ്ച ആരംഭിക്കുന്ന 18ാമത്തെ LP-UP ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നോക്കുക, 9747886626 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഡെയിലി 3 മണിക്കൂറിലധികം ലൈവ് ക്ലാസ്സുകൾ ഇവിടെ നമ്മൾ തരുന്നുണ്ട്. ഈ ലൈവ് ക്ലാസ്സുകളിൽ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് മെൻറ്റർ എക്സാം നടത്തും. അതുകൂടാതെ നിങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് തരും. ലൈവിൻ്റെ റെക്കോർഡല്ല, അത് ആലോചിക്കണം. ലൈവ് സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് വരുന്നത്. എക്സ്ട്രാ 3 മണിക്കൂർ രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈമിലാണ്. രാവിലെ 4:30-ക്കും വൈകുന്നേരം 9 മണിക്കുമാണ്, രാത്രി 9 മണിക്കുമാണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1.5 മണിക്കൂർ വീതം മൊത്തം 3 മണിക്കൂറിൽ കൂടുതൽ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരും. അത് കൂടാതെ നിങ്ങളുടെ ഒഴിവ് സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്, റെക്കോർഡഡ് വീഡിയോ ക്ലാസ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഓൾറെഡി പ്രീ റെക്കോർഡ് ചെയ്ത ഇത്തരത്തിലുള്ള സ്മാർട്ട് ബോർഡുകളും നമ്മുടെ ബോർഡുകളുടെ സാന്നിധ്യത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നമ്മൾ ടൈം ടേബിൾ പ്രകാരം ഓരോ ദിവസവും എല്ലാ സബ്ജക്റ്റും തരും. കറണ്ട് അഫെയറുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ സ്കൂൾ പാഠപുസ്തകങ്ങളുണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് സോഷ്യൽ ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, സയൻസിൻ്റെ ഭാഗങ്ങളുണ്ടാവും. ആ സോഷ്യലും സയൻസും നിങ്ങൾക്ക് നമ്മുടെ സിലബസിൽ പറയുന്ന മേഖലകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതായിരിക്കും ആദ്യം പഠിക്കാൻ തരിക. അല്ലാതെ മുഴുവനായിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ സിലബസിൽ എന്താണോ പറയുന്നത് അതായിരിക്കും നിങ്ങൾക്ക് തരിക. അങ്ങനെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൂടാതെ മാത്സിൻ്റെ തരുന്നുണ്ട്, സൈക്കോളജിയുടെ മുൻകാല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള PDF തരുന്നുണ്ട്. ഓരോ നോട്ടിനും നിങ്ങൾക്ക് PDF കൂടെ ഉൾപ്പെടുത്തി നമുക്ക് തരുന്നുണ്ട്. കറണ്ട് അഫെയറുകൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, പഠിക്കാനും തരും. ഡെയിലി കറണ്ട് അഫെയർസുകൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പേഴ്സണലി ഓരോ കാര്യങ്ങളും സാർ അയച്ചു തരും. മെൻറ്ററായിട്ട് ഹരീഷ്ണ സാറായിരിക്കും ഈ 18ാമത്തെ ബാച്ചിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നിങ്ങൾ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കാം. അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് എൻക്വയറി നടത്താനാണെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഈ നമ്പറിൽ 9747886626 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റെന്ത് സപ്പോർട്ട് ഉണ്ടെങ്കിലും പേജ് 3 നിങ്ങളോടൊപ്പം ഉണ്ടാവും. എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.